കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം പുരോഗമിക്കുകയാണ്. ദില്ലിയിൽ അശോക ഹോട്ടലിലാണ് യോഗം. ഇന്ത്യ സഖ്യത്തിനൊപ്പം പാർലമെന്റിനകത്തും പുറത്തും പോരാട്ടം തുടരുമെന്ന് യോഗം പ്രഖ്യാപിക്കുകയുണ്ടായി. വിവരങ്ങൾ നൽകാൻ സിബി ജോസഫ് ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. സിബി, രാഹുലിനെ പാർലമെന്ററി പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവായി ഉയർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടി, പ്രതിപക്ഷ നേതാവായി തീരുമാനിക്കുന്നതിനു വേണ്ടിയുള്ള തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? അഞ്ജന, തീർച്ചയായും ഇന്ന് നടക്കുന്ന പ്രവർത്തക സമിതി യോഗത്തിലെ പ്രധാനപ്പെട്ട അജണ്ട അത് തന്നെയാണ്. പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, രാഹുൽ ഗാന്ധി ഈ പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കുക. മറ്റൊന്ന്, രാഹുൽ ഗാന്ധി രണ്ട് മണ്ഡലങ്ങളിൽ, അതായത് റായ്ബറേലിയിലും വയനാട്ടിലും മികച്ച വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഏത് മണ്ഡലത്തിൽ നിലനിർത്തണമെന്ന കാര്യത്തിലെല്ലാം തന്നെയും ഇന്നിപ്പോൾ ഒരു അന്തിമ തീരുമാനം ഈ ഒരു പ്രവർത്തക സമിതി യോഗത്തിലുണ്ടാകും. ഇതിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരണമെന്നൊരു ആഗ്രഹം തന്നെയാണ് എല്ലാവരും പ്രകടിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായും നമുക്കറിയാം, 2014 44 സീറ്റും 2019 52 സീറ്റ് മാത്രമായിരുന്നു കോൺഗ്രസിനുണ്ടായിരുന്നത്. ഇത്തവണ അത് 99 സീറ്റായി വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ഒരു വലിയ മുന്നേറ്റം കാഴ്ചവെക്കാനായി എന്നുള്ള വിലയിരുത്തലാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതിയിലുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് നേതൃത്വം നൽകിയത് രാഹുൽ ഗാന്ധിയാണെന്നും കോൺഗ്രസ് വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്നുള്ളൊരു അഭിപ്രായമാണ് ഉയർന്നിരിക്കുന്നത്. ഇതിൽ എന്തായാലും രാഹുൽ ഗാന്ധിയാണ് അതിനൊരു അവസാന വാക്ക് പറയേണ്ടത്. അദ്ദേഹം തയ്യാറല്ലെങ്കിൽ മാത്രം മറ്റ് പേരുകൾ വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. മറ്റൊന്ന്, രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം, അതായത് വയനാടുണ്ട്, അതോടൊപ്പം തന്നെ റായ്ബറേലി ഉണ്ട്. അതിൽ റായ്ബറേലി തന്നെ രാഹുൽ ഗാന്ധി നിലനിൽക്കണമെന്ന ആവശ്യം UP-യിലെ PCC അധ്യക്ഷൻ അജയ് റായ് അടക്കമെല്ലാതിനെയും ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. UP-യിലെ കോൺഗ്രസ് നേതൃത്വം അത് ആവശ്യപ്പെട്ട് വന്നിട്ടുണ്ട്. മാത്രമല്ല, ഉത്തരേന്ത്യയിൽ BJP-ക്കെതിരെ ശക്തമായ ഒരു പോരാട്ടത്തിന് റായ്ബറേലി തന്നെ നിലനിർത്തണമെന്നൊരു ആവശ്യം കോൺഗ്രസിലുണ്ട്. അങ്ങനെയെങ്കിൽ വയനാട് ഉപേക്ഷിക്കാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. അതും ആ കാര്യത്തിലും ഒരു അന്തിമ തീരുമാനം ഉണ്ടായേക്കും. എന്തായാലും പൊതുവെ ഇന്നിപ്പോൾ പ്രവർത്തക സമിതിയിൽ വിലയിരുത്തുന്നത് വലിയൊരു മുന്നേറ്റം കോൺഗ്രസിന് കാഴ്ചവെക്കാനായി, പ്രത്യേകിച്ച് ഭാരത് ജോഡോ കടന്നുപോയ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ, മണിപ്പൂർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെല്ലാം തന്നെയും വലിയ മുന്നേറ്റം കോൺഗ്രസിനുണ്ടായെന്നും ഇന്ത്യ സഖ്യത്തിനൊപ്പം പാർലമെന്റിനകത്തും പുറത്തും വലിയ പോരാട്ടം തുടരും എന്നല്ല തന്നെയും ഇന്നിപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കിയിട്ടുണ്ട്. പൊതുവെ നിയമസഭാ എന്തായാലും കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം ദില്ലിയിൽ പുരോഗമിക്കുകയാണ്. പ്രതിപക്ഷ പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവായി പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയെ തീരുമാനിക്കുന്നതിന് വേണ്ടിയുള്ള തിരക്കിട്ട ചർച്ചകളാണ് യോഗത്തിൽ പുരോഗമിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചു എന്ന രീതിയിലുള്ള ചർച്ചകളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.